എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പൂർണിമ ടെക്സ്റ്റൈൽസ് കൈയടക്കാൻ വന്ന പ്രതാപനെ പഞ്ഞിക്കിടാനായിട്ട് ശ്രീഹരിയുടെ കൂട്ടുകാരായ ഓട്ടോ തൊഴിലാളികൾ അങ്ങോട്ടേക്ക് പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് വരുവാണ്. പിന്നീട് അവര് മുകളിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് പ്രതാപന്റെ കുറച്ച് പിന്നണിക്കാരും ഉണ്ടായിരുന്നു, കുറെ രാഷ്ട്രീയക്കാര് ഗുണ്ടകളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവന്മാരുടെ അടുത്തേക്ക് വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയായിരുന്നു. അവസാനം ഓട്ടോ തൊഴിലാളികളുടെ മുന്നിൽ പിടിച്ചേക്കാനായിട്ട് അവന്മാർക്ക് കഴിഞ്ഞില്ല. അവന്മാർ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല, ഇത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവന്മാരെല്ലാരും കൂടെ കൂടി പ്രതാപനെ പഞ്ഞിക്കിട്ട് പ്രതാപന്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി അങ്ങനെ ഒരു പരുവാക്കുവാണ്. ഈ സമയം സേതു പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, വേണ്ട സേതുവേട്ടാ, സേതുവേട്ടൻ പോണ്ട ഒരു കാര്യമില്ല. അവന്മാരെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. എന്തെങ്കിലും ഒരു ആപത്ത് ഞങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓടിക്കൂടുന്ന് പറയാം. അതാ ഞങ്ങളുടെ ഐക്യം എന്ന് പറയാം. ഇപ്പൊ കണ്ടോളാൻ പറയാണ് കളി. അങ്ങനെ അവര് താഴെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരുത്തൻ അങ്ങോട്ട് ഇറങ്ങി ഓടി വരുവാണ്. ഒരുത്തൻ ഇറങ്ങി ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം, പല്ലവീനെ അങ്ങോട്ട് ഇടിച്ചിടുവാണ്. ഇറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാ, കാരണം തല്ലി കിട്ടാതിരിക്കാൻ വേണ്ടി. പല്ലവി തെറിച്ച് എന്ന് വീണ് കഴിയുമ്പത്തിന് കൈ പോയി ഇടിക്കുവാണ്. ആ സമയത്ത് പ്രതാപനെ കുറച്ചുപേരെ തോളിലേറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. പ്രതാപനെ ഇങ്ങനെ അയ്യോ പിടിച്ചോ എന്നും പറഞ്ഞോണ്ട് അലറി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു വിധത്തി പ്രതാപനെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതാപനെ നാണം കെട്ട് തൊലിയുരിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് സേതുവിന്റെ ഒക്കെ മുന്നിലേക്ക് കൊണ്ട് നിർത്തി. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയണം. സേതു എന്നിട്ട് പറഞ്ഞു, എവിടെയാടാ നീ എടുത്തുകൊണ്ട് വന്ന ആ പുതിയ പത്രം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രതാപനൊന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞോടാ, അതിങ്ങടുത്ത് തരുവാണ് നിനക്ക് നല്ലതെന്ന് പറയാണ്. അങ്ങനെ പ്രതാപന്റെ കയ്യിൽ നിന്ന് അതങ്ങോട്ട് വാങ്ങിയിട്ട് അതെല്ലാം ചുരുട്ടി കൂട്ടി കീറി പള്ളെ കളയാണ്. പ്രതാപൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. മേലാല് ഇത്ര പരിപാടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, നീ മുട്ടുകാലെ പോയില്ല, നിന്റെ രണ്ട് കാല് ഞങ്ങൾ തല്ലി ഓടിക്കുമെന്ന് സേതു പറയാം. ഇത് കേട്ടും അവന്മാർ ഓട്ടക്കാര് കൂട്ടുകാർ പറഞ്ഞു, അതൊക്കെ വേണേ ഇപ്പോഴേ ഞങ്ങൾ ചെയ്തോളാം സേതുവേട്ടാന്ന് പറയാം. തൽക്കാലത്തേക്ക് ഇവനെ വിട്ടാരെ, ഇനി ഇവനെ ഒന്നിനും കൊള്ളത്തില്ല. ഒരു കാര്യം ചെയ്യ്, നീ പോയി നല്ലൊരു ഉഴിച്ചിലും പിടിച്ചിലും ഒക്കെ നടത്തടാ പ്രതാപം. മേലാല് പൂർണിമ ടെക്സ്റ്റൈൽസിലോ പൊന്നുമടത്തിലോ നീ കയറി കളിച്ചാണ്ടല്ലോ, നിന്റെ കളി ഇതൊന്നും ആയിരിക്കില്ല. ഈ സേതു ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം. പിന്നീട് ശ്രീഹരി പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലോ തൊട്ട് കളിച്ച എങ്ങനെയായിരിക്കുന്നു. മുമ്പ് തൊട്ട് നിനക്കിട്ട് ഞാൻ നോങ്ങി വെക്കുന്ന, പക്ഷെ അതിന് സമയം കിട്ടിയത് ഇപ്പോഴാണ്. ആ കല്യാണ ദിവസം, അച്ഛൻ്റെ കല്യാണ ദിവസം തന്നെ നിന്നെയാണ് നോങ്ങി വെച്ചാന്നൊക്കെ ശ്രീഹരിയും പറയണം. ശ്രീഹരിയുടെ മനസ്സിലും വൈരാഗ്യം കിടക്കുമല്ലേ പ്രതാപനോടുള്ള. കാരണം മുമ്പ് അവിടെ വന്ന സമയത്തൊക്കെ പ്രതാപൻ അത് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് ശ്രീഹരിനെ അതുപോലെ നോവിച്ചിട്ടുണ്ടായിരുന്നു, അനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രതികാരം എന്നാണ് നല്ലത് കൊടുക്കുന്നുണ്ട് അവനിട്ട്. അങ്ങനെ അവസാനം പ്രതാപനെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ കൂടി ഒരു വ്യക്തി എടുത്തോണ്ടാണ് പോകുന്നത്. അതേ അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയം പല്ലവിക്ക് കൈക്ക് വേദന തോന്നി. ഈ സമയം സേതു ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ പല്ലവി, കൈക്ക് വല്ല പ്രശ്നം ഉണ്ടോ നിൽക്കും. എന്താ സേതുവേട്ടാ, കൈക്കൊരു വേദന ഉണ്ടെന്ന് പറയാം, അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണ. അത് കുഴപ്പമില്ല എന്ന് പറയണ, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു സേതുവിന്. ഈ സമയം ഋതുവിന്റെ അടുത്തേക്ക് സേതു വന്നു. സേതു എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലോ, ശ്രീഹരി ഇല്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനം. ഈ ശ്രീഹരിനെയാണ് നിനക്ക് കണ്ണെടുത്താൽ കാണാതെ ഇരുന്നേ. കാരണം അച്ഛൻ്റെ ഭർത്താവാണ്, ഇനി പൊന്നുമടത്തിലെ മരുമോനും കൂടെയാണ്. ആ വിചാരം നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ഇത്രയും നാളെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, നിന്നെ കൊണ്ട് തന്നെ എല്ലാം സാധിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ നിന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്നുള്ള കാര്യം. ഇത്രയും ഗുണ്ടകളെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് വെറുതെ നോക്കി നിൽക്കാനല്ലേ ഋതു പറ്റുള്ളൂ. ഇനിയെങ്കിലും നീ നേരെയാവാൻ പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് ശരിയാ, ഇനിയെങ്കിലും നേരെ ആവാൻ നോക്ക് ഋതു, അല്ലെങ്കിലുണ്ടല്ലോ ഇതിന്റെ അപ്പുറമായിരിക്കും നിനക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നേ. ആ പ്രതാപന്റെ സ്വഭാവം മനസ്സിലായല്ലോ, ഒന്നല്ല ഇപ്പൊ പല വാട്ടമായി നിനക്കിട്ട് തിരിച്ചടി കിട്ടുന്നതെന്ന് പറയാം. പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇപ്പൊ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ പൂർണിമ ടെക്സ്റ്റൈൽസ് ആരുടെ പേരിൽ ആകാനായിട്ട് പോകുന്നില്ല. അതെന്നും ഇങ്ങനെ തലയെടുപ്പോട് കൂടി ഇവിടെ നിൽക്കുമെന്ന് പറയാം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഋതു നീ വേണം നോക്കിയും കണ്ടും ചെയ്യാനായിട്ട്. മുമ്പത്തെ പോലെ ഭാരിച്ച കടവിന് തലയിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ജപ്തി നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. പിന്നെ അറിയാലോ എന്നൊക്കെ പറയണം. അവസാനം നാണം കിട്ട് ഋതു നിൽക്കുകയാണ്. ഋതുവിന് എന്തേലും പറയാൻ പറ്റുമോ? കാരണം ഇന്നലെ വരെ വലിയ അഹങ്കാരം കാണിച്ചിരുന്നാണ്. പക്ഷെ ഇന്ന് ഒറ്റയടിക്കാണ് അഹങ്കാരം എല്ലാം കാറ്റി പറന്നുപോയത്. പിന്നീട് സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആദ്യമൊന്നും പല്ലവി പോകാനായിട്ട് സംഭവിച്ചില്ല. അവസാനം സേതുവിന്റെ നിർബന്ധത്തിന് വഴി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഭയങ്കര തിരക്കാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വേദന അങ്ങോട്ട് ഇച്ചിരി കൂടി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും
പല്ലവിയുടെ ഒഴിവായി. അങ്ങനെ പല്ലവിനെ വിളിച്ചു. പല്ലവിനെ വിളിച്ചു കഴിഞ്ഞ് പല്ല് ഡോക്ടറെ കാണാനായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ കൈയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ പോലെ ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു കൈ ഇങ്ങനെ തൂക്കിയിടാന്ന് പറയണം, കൈയൊക്കെ വെച്ച് കെട്ടി വിടാം, കൈ അനക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. സേതുവിന് ആകെപ്പാട് ടെൻഷനായിരുന്നു. പല്ലവിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പല്ലവി സേതുവിനെ ആശ്വസിപ്പിച്ചു. കുഴപ്പമില്ല സേതുവേട്ടാ, ഇത്രയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. പിന്നീട് അവർ വീട്ടിലേക്ക് വരിക. പോരുന്ന വഴിക്കൊക്കെ സേതു കൈനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവാം, വേറെ ഹോസ്പിറ്റലിൽ വേണേ പോവാന്നൊക്കെ പറയാം. സേതുവിന് അത്രയ്ക്ക് ടെൻഷനാണ്. പല്ലവി പറഞ്ഞു ഇത്ര നിസ്സാര കാര്യത്തിന് എന്തിനാ, അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പല്ലവിയൊക്കെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വാതിയും അച്ചു അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല്ലവിയുടെ കൈയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സ്വാതിയൊക്കെ ഓടിച്ചെന്ന് ചോദിച്ചു എന്ത് പറ്റിയേച്ചി, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിസ്തീരിച്ച് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണി പറഞ്ഞു ആ ഭർത്താവൻ, അവനെ ഇത്ര നാളെ ഞാൻ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയണം. അച്ചു പറഞ്ഞു ഇത്രയും കാലം വന്നിട്ട് അയാൾ ഇവിടെ കയറി നിരങ്ങിയിട്ട് എന്തൊരു സാധനം അമ്മേ, എന്നാലും അമ്മയുടെ ആങ്ങളെ ഇങ്ങനത്തെ ഒരു ദുസ്വഭാവമുള്ള ആളായി പോയല്ലോ എന്ന് പറയാം. വെറുതെ അല്ല, അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് 7 അയലക്കത്ത് പോലും അയാളെ അടുപ്പിക്കാതിരുന്നേന്ന് പറയാം. സ്വാതി പറഞ്ഞു അത് ശരിയാ, പക്ഷെ ആ അങ്കിളിന്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വൈകിയല്ലോ എന്ന് പറയാം. ഇനി അടിച്ചതിനകത്ത് പോലും കേറ്റില്ല അമ്മയെന്ന് പറയണം. ഈ സമയം പൂർണ്ണി പറഞ്ഞു മോളവിടെ ഇരിക്കാനും പറഞ്ഞ് പല്ലവിനെ അവിടെ പിടിച്ചിരുത്തോണം. പിന്നീട് വേദനയുണ്ടോന്നൊക്കെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പിന്നീട് പൂർണ്ണി പറഞ്ഞു മോള് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ, മോളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടത് സേതു പറഞ്ഞു എന്തിന്, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം പല്ലവിയുടെ കാര്യങ്ങള്. പല്ലവിക്ക് കൈയായിട്ടും കണ്ണായിട്ടും എല്ലാം ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. പല്ലവിക്കിന് ഒന്നിനും ഒരു കുറവില്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു ആഹാ കൊള്ളാലോ, ഇങ്ങനെ എന്തേലും വരാനായിട്ട് വലിയായിട്ടും പ്രാർത്ഥിച്ചാരെന്ന് ചോദിക്കും. എന്തിന്, അല്ല പല്ലവേച്ചിനെ നോക്കാൻ വേണ്ടിട്ട്. പിന്നെ ഒന്ന് പോടി അവിടെ നിന്ന് പറയണം. അച്ഛ പറഞ്ഞു കണ്ടില്ലേ എന്തൊരു സ്നേഹമാന്ന് നോക്കിയാന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാരും കൂടി കളിയാക്കി കഴിയുമ്പോഴത്തേനും പല്ലവിക്ക് ആപ്പെട്ടൊരു നാണക്കേടൊക്കെ തോന്നുവാണ്. പിന്നീട് പൂർണ്ണി പറഞ്ഞു വേണ്ട വേണ്ട, അധികം കളിയാക്കൊന്നും വേണ്ടാന്ന് പറയണം. അതിനുശേഷമാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ ഋതുവിന്റെ അടുത്തേക്ക് വന്നു. ഋതുവിന്റെ അടുത്ത് എന്നിട്ട് ഋതുവിനെ കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. മുമ്പത്തെ പോലല്ല കാര്യങ്ങള്, ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നിന്റെ അച്ഛനുണ്ടാക്കിയ സ്ഥാപനം ഒരു കാരണവശാലും ആ ജപ്തി നടപടികളിലേക്കൊക്കെ പോയിക്കൂടാ. നിനക്കിനി അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനിയിപ്പോൾ ആരെയും വേറെ ജോലിക്കാരും കൂടെ വേണേ അത് പറഞ്ഞാൽ മതി, നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം. അത് ഋതു കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ഋതു പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ നോക്കി നടത്തിക്കോളാം എന്നൊക്കെ പറയണം. പിന്നീട് ശ്രീഹരിക്ക് ജോലി ഇല്ലാതിരിക്കുമല്ലേ, ആ സമയം പൂർണ്ണി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ശ്രീഹരിനെയും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് വിടാന്ന് പറയണം, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക്. അവനെ അവിടെ ജോലി ചെയ്യട്ടെ, അവൻ ജോലി ഇല്ലാതിരിക്കുമല്ലേ. പോരാത്തിന് ശ്രീഹരി കാരണമാണ് പൂർണിമ ടെക്സ്റ്റൈൽസ് വീണ്ടെടുക്കാനൊക്കെ പറ്റിയത് തന്നെ. അവനെ പ്രതാപനെ പഞ്ഞിക്കിട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു ആശയം പൂർണിമ പറഞ്ഞപ്പോൾ ആർക്കും സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും ഭയങ്കര സന്തോഷമായി. ശ്രീഹരിക്ക് ഒരു ജോലി കിട്ടുക നല്ല കാര്യമല്ലേ, ഇത്രയും കാലം പാവം ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു നല്ല പോസ്റ്റിലേക്കാണ് അവനെ ചേർത്തിരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ശ്രീഹരിക്ക് എതിർപ്പുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നീട് സേതുവും പല്ലവിയൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയിക്കോണ്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നത്, പൊന്നുമടത്തിലെ വരുമാനല്ലേ, അപ്പൊ അതിൻ്റെതായ നിലയ്ക്കും വിലയ്ക്കും വേണ്ട നീ നടക്കാന്, നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നാണക്കേടുണ്ടാവരുത് എന്നൊക്കെ സേതു പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീഹരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഫുഡ് കൊടുക്കണം. അപ്പം സേതു നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് എന്നിട്ട് ബേബിച്ചേച്ചി ചോദിച്ചു, ബേബിച്ചേച്ചി കഞ്ഞി ആയോന്ന് ചോദിക്കണം. കഞ്ഞി ആയെന്ന് പറയാം, ഞാൻ എടുത്ത് തന്നേക്കാൻ പറയണം. അങ്ങനെ സേതുവിന്റെ കഞ്ഞി എടുത്തു കൊടുത്തു. സേതു എന്ത് ചെയ്യണം, അതുമായിട്ട് നേരെ പല്ലവിയുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം പല്ലവി ചോദിച്ചു ഇതെന്താ സേതുവേട്ടാ. അതെ പല്ലവിക്കുള്ള കഞ്ഞിയാന്ന് പറയണം. കഞ്ഞിയോ, എനിക്കിപ്പോ വേണ്ട, ഞാൻ തന്നെ കുടിച്ചോളാന്ന് പറയാം. അതെങ്ങനെ ശരിയാവും, വലത്തെ കൈയിലല്ലേ പറ്റിയിരിക്കുന്നേ, അപ്പൊ വലത്തെ കൈ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കില്ല, ആ കൈ അനക്കാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ ഇടത്തെ കൈ കൊണ്ട് വേണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇത് കഴിച്ചോ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും പല്ലി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ, ഫുഡ് കഴിച്ചാലോ ഭ്രാന്ത് പിടിക്കോ, അന്ന ഒരു കാര്യം ചെയ്യാം സേതുവേട്ടൻ കഴിക്കാൻ പറയണം. എന്തിന്, അല്ലെ സേതുവേട്ടന് ഭ്രാന്ത് പിടിക്കുമല്ലോ, എനിക്ക് ഭ്രാന്തൊക്കെ പിടിക്കുമെന്ന് പറയാം, മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറയാം. പിന്നീട് വാതുറക്കാൻ പറഞ്ഞിട്ട് പല്ലവിനെ അങ്ങനെ പല്ലയുടെ വായിലേക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് സ്പൂണും വെച്ചോണ്ട്. ഈ സമയം പല്ലവി പറഞ്ഞു സേതുവേട്ടാ ഇത് കുറച്ച് ഓവർ അല്ലേന്ന് ചോദിക്കും. എന്ത് ഈ കെയറിങ്, എനിക്ക് ആ പടം നാണക്കേട് ആവുന്നുണ്ടെന്ന് കേട്ടോ എന്ന് പറയണം. അതിനെന്തിനാ പല്ലവിക്ക് നാണക്കേട് തോന്നേ, നാണം കണ്ട കാര്യം എന്തായിരിക്കണേന്ന് ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിവാഹം കഴിക്കാനല്ല ഉള്ളവരല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോ പല്ലവി, എന്നാലും സേതുവേട്ടാ അവരൊക്കെ വന്ന് നോക്കിയുമ്പോ എനിക്ക് ആ പടം ചമ്മലാന്ന് പറയാം.
ചമ്മണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്, ആർക്കും ഒരു എതിർപ്പുമില്ല. മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന മര്യാദയ്ക്ക് കഞ്ഞി കുടിച്ചോണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരുടെ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ഈ സമയം പല്ലവിയുടെ കൈക്ക് ഫ്രാക്ചർ പറ്റിയെന്നൊക്കെ ശോഭ അറിയുവാണ്. ശോഭയ്ക്ക് ആപ്പാടെ വിഷമമായിപ്പോയി, സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നീട് ശോഭ വിളിച്ചിട്ട് പല്ലവിയോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ മോളെ എന്നൊക്കെ പറയാം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, വേണ്ടമ്മേ, ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം. എനിക്കെല്ലാവരും അച്ഛനെ പാറുവിനെ എല്ലാവരും കാണുകയും ചെയ്യാലോ, വീട്ടിലേക്ക് കൊണ്ട് കുറച്ച് ദിവസമല്ലേ, ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയണം. പക്ഷേങ്കിൽ ശോഭയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പം ഒന്നാമത്തെ കാര്യം ഇന്ദന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ പല്ലവിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലോ. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നോക്കാണ്ട് താനുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ പൊന്നുമടത്തിലും കൂടെ അല്ലേ. പിന്നീട് പല്ലവിയോട് ഒരു കാര്യം ചെയ്യുക, മോള് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയണം. പക്ഷെ പല്ലവി സമ്മതിച്ചില്ല. പല്ലവി പറഞ്ഞു, എനിക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവില്ല, അമ്മയുണ്ട്, സേതുവേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്, എന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എല്ലാവരും കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേന്ന് പറയാണ്. അത് മാത്രമല്ല, സേതുവേട്ടനാണെങ്കിലും പൂർണ്ണാമയാണെങ്കിലും അങ്ങോട്ടേക്ക് വിടത്തില്ല എന്ന് പറയാം. ഒരാപത്ത് വന്നു കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ, ശരിയായ കാര്യമല്ലല്ലോ. പൂർണ്ണാമ പറഞ്ഞു, പല്ലവി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, വീട്ടിലേക്കൊന്നും പോകണ്ടെന്ന് പറയണം. പിന്നീട് ശോഭ പറഞ്ഞു, മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.